ക്രൂയിസറാണ്. ക്രൂയിസറാണോ? എനിക്ക് അറിഞ്ഞൂടല്ലേ. ജസ്റ്റ് മിസ് കേട്ടാ. മഞ്ഞക്കാരന്റെ നേർക്ക സൈഡിൽ കൂടെ പോയാലും ഇവരൊക്കെ കൊന്നോളയും. ചന്ദ്ര എവിടെ? ചന്ദ്ര ബാക്കിലുള്ള ഓട്ടോ ഇതാ എന്താടാ അണ്ണ ഇന്നലെ സിറ്റിയിൽ ഫുള്ള് ഉണ്ടായിരുന്നല്ലേ? പിന്നില്ലാതെ ഞാൻ ഇവിടെ മൊത്തം ഉണ്ടായിരുന്നല്ലോ. ചന്ദ്ര ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, റോസി പറഞ്ഞോട്ടെ. ഇന്നലെ നിന്റെ ചാറ്റിൽ എന്നെ പറ്റി തന്തയില്ലാത്തവനൊന്നും അതും ഇതും എല്ലാം വന്നിട്ട് നീ ഒരെണ്ണം പോലും ഹൈഡ് ചെയ്തിരുന്ന് ചിരിക്കുന്നത് ഞാൻ ഇന്നാ കണ്ടത് കേട്ടാ. എടാ ഞാൻ ഉറങ്ങിപ്പോയതാടാ, നിനക്ക് എന്നെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കായിരുന്നല്ലോടാ. ഒരു മനുഷ്യന് ഒരു ഫോണില് 10-100 പ്രാവശ്യം വിളിക്കാൻ പറ്റും. ഞാനത് വിളിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എക്സ്ട്രീം നെഗറ്റീവില് ചിന്തിച്ചു. അണ്ണ തൂങ്ങി മരിച്ചത്, അണ്ണ മറ്റേ വിഷടിച്ചിട്ട് ഇരിക്കുകയാണ്, ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചു. ഒരു നിമിഷത്തേക്ക് നീയൊക്കെ വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കും. എടാ എനിക്കൊരു കാര്യം പറയട്ടെ ചന്ദ്ര, ഒന്ന് പറഞ്ഞേ, പേഴ്സണൽ ആയിട്ട് പറയാനാ. വണ്ടി എടുക്കണോ? നന്ദനൊക്കെ കേട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വാ അണ്ണാ സുന്ദരി എടുക്കണ? വേണ്ട സുന്ദരി ഒന്നും എടുക്കണം, ഇങ്ങോട്ട് വന്ന്. മറ്റേ എലി ഉണ്ടല്ലോ, അവളെ റിയൽ സ്വഭാവം ഞാൻ അറിഞ്ഞ ഇന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞ്, എടി വാസവൺ ഇപ്പൊ വരും എന്ന് പറഞ്ഞപ്പോഴത്തേക്കേ അതിന് ഞാൻ എന്ത് ചെയ്യണമെന്ന്. എന്നിട്ട് ഈ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോയപ്പോഴേ ഈ എവള് പറ്റ നീ എന്തൊരു അണ്ണനെ പറ്റി പറഞ്ഞത് പറഞ്ഞിട്ട് എന്റെ അടുത്ത് എവളെയൊക്കെ വിശ്വസിക്കലണ്ണ. എവളുണ്ടല്ലോ എവളൊക്കെ കള്ളിയാ, കള്ളി. അലീനെ കൂടി നശിപ്പിക്കുന്നുണ്ട് അവള്. പണ്ടേ കള്ളിയാടാ ഇവളൊക്കെ. ഞാൻ അതല്ല പറയാൻ വന്നേ, അവളുടെ കാര്യം തന്നെയാണ് ഞാൻ പക്ഷെ പറയാൻ വന്നത്. താഴെയുണ്ട് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധി ഇല്ലാത്തവൻ. സേഫ് ആയിട്ട് ഇവിടുന്നൊക്കെ ഇറങ്ങാലോ. എന്താണ് നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ നമ്മളിവിടെ ഇല്ലേ? ഇവിടെ ഇരിക്കുന്ന കീരിക്കാടന്റെ അച്ഛനാ. ഇപ്പൊ രഹസ്യമാണ്. ഞാൻ കാര്യം പറയട്ടെടാ, എനിക്ക് അർജന്റായിട്ട് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. സ്റ്റേഷൻ വരെ പോലാണ്? എന്ത് കാര്യം? എനിക്ക് പരാതി കൊടുക്കണം സ്റ്റേഷനില്. എന്റെ പേരിൽ മറ്റേ ബസ് സ്റ്റാൻഡും സെപ്റ്റിക് ടാങ്കും ഒക്കെ പണിത് വെക്കുക. എനിക്ക് എന്റെ സമ്മതത്തോടല്ല അത് ചെയ്തേക്കുന്നത്. അണ്ണാ അതാണ് എനിക്ക് പറയാനുള്ള. ഈ ആ സ്കൂളിലുണ്ടല്ലോ അണ്ണാ, ഇപ്പൊ മറ്റേ ഞാൻ പറഞ്ഞുതരാം, തകർന്ന് നിൽക്കുക. അതായത് ഒരു കല്ല് തട്ടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അടപടലങ്ങ് വീഴും. ഇപ്പൊ തട്ടിയേ വീഴും. കാരണം എന്റെ കൂടെ സ്റ്റേഷൻ വരെ ഒന്ന് വരുമോ? എനിക്ക് മുട്ട ഹോട്ടലാണ് അവിടെ. കാരണം ബാബുവിനെ കൊണ്ടുപോയ ബാബു എന്ത് ബ്രോ? ബാബുവിന്റെ അച്ഛന് വയ്യായിരിക്കുമോ? ഒരാളുടെ അച്ഛൻ വയ്യാതെ ഹോസ്പിറ്റലിൽ അവിടെ കിടക്കുന്നോ? നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടെ ബാബുവിനെ കൊണ്ടുവന്ന് ആർപി ചെയ്യിപ്പിക്കണോ? ഗൈസ് ഒന്ന് ചില്ലാവോ, അവന്റെ അച്ഛന് വയ്യാതിരിക്കുവാ. ഞാൻ ഓൾറെഡി പറഞ്ഞു. കേക്കാം. എനിക്ക് എന്തിനൊക്കെ ഇഷ്യൂ ഉണ്ട്. വാ എന്നോടൊന്ന് വാ. വണ്ടി വിളി. നിന്റെ ഒരു വണ്ടി കൊണ്ട് എടുക്ക്. എന്റെ വണ്ടിയൊന്നും ഇല്ല, എന്റെ വണ്ടിയിൽ എടുത്ത് കളഞ്ഞു. ഓട്ടോറിക്ഷ അടക്കുമ്പോ നമ്മൾ എന്തിനാണ്? ആ ഓട്ടോയിൽ പോയാ ഇവിടെ എത്തത്തില്ലടാ. അവിടെ അണ്ണ വന്നാണ് എത്തും. വാ എടാ ഞങ്ങള് പീടി വരെ പോയിട്ട് ഇപ്പൊ വരാവേടാ. ചന്ദ്ര ഇതില് പോയാ എത്തൂല, ഞാൻ ഉറപ്പ് പറയാം. അണ്ണാ ഇതിൽ പോയി നമ്മൾ എത്തും, ഇതെന്റെ വാക്കാണ്. ഇതിൽ പോയാലേ നമ്മൾ എത്തത്തുള്ളൂ. സ്പീഡ് എത്ര നോക്കിയാണെന്ന് ചുമ്മാ നോക്കിയാ എത്ര സ്പീഡ്. വള പക്ഷെ വളയില്ല കേട്ടോ. ഉണ്ടാ ഇത് ഓട്ടോറിക്ഷയിലാണ്. ഇത് കയറ്റി F1 റേസിംഗ് കാറിന്റെ എഞ്ചിൻ. എലിയനൊന്ന് കണ്ടിട്ട് പോയാലാണ്. എന്തിനു പറയാണ്? എന്താടാ നമുക്ക് ആ എലിയനൊന്ന് കണ്ടിട്ട് പോയാലോ? ഇല്ല പോയിട്ട് വന്നിട്ട് കാണാം. ചന്ദ്ര അയ്യോ EMSനെയാണ് ഇടിച്ചു വന്നത്. ഹലോ സാർ, അറിയാതെ പറ്റിപ്പോയതാണ്. സോറി ഏട്ടാ, സോറി.
സാർ ഒന്ന് ഉന്തി തരാവുന്ന ഓ താങ്ക് യു ഇതൊക്കെ എവിടുന്ന് വരുന്നു? ഹലോ ഇല്ല കൊണ്ടുവരില്ല തന്തയുടെ വണ്ടിയല്ലേ എന്റെ എന്താ അവൻ ചിരിക്കണോ സംസാരിക്കണോ അവൻ? സംസാരിച്ചത് എവിടെയാണെന്ന് മാർക്ക് ചെയ്യണം. നമ്മുടെ പീഡിയില് നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു PD ഓഫീസർ ഉണ്ടോ നോക്കണം. ബാലകല്യാണി സാറുണ്ടോ? ബാലകല്യാണി സാർ ഉണ്ടാവോ ഇല്ലെന്ന് അറിഞ്ഞോളാം. അങ്ങനത്തെ സാറുമാരെ കൊണ്ട് പിന്നെ ബാലകല്യാണി സാറിന് അറിഞ്ഞൂടെ? ഇല്ല. അയ്യോ എന്റെ അടുത്തേ നമ്മുടെ അനിയൻ ചെറുക്കുണ്ടല്ലോ വേലായുധൻ, അവനാണ് നമ്മുടെ ബാബ കല്യാണി സൂപ്പറിനെ പറ്റി പറഞ്ഞത്. മറ്റേ പേട്ടണ്ടി പറക്കണം മറ്റേ പയ്യല്ലേ? ഫോൾ ഡൗൺ നിങ്ങളെ ഫേമസ് ആണ്. താങ്ക് യു സോ മച്ച്. GP ഒന്ന് ചെക്ക് ചെയ്യുവോ? യു ആർ ലൈക്ക് ഫാം ടു മീ. എന്താണ് എടാ എന്റെ ഗൂഗിൾ നീ ഏതിനകത്ത് അയച്ചത്? പേട്ടണ്ടി വേലായിരുന്നില്ലേ? അത് നിന്റെ അച്ഛന്റെ പേരാണ് പേട്ടണ്ടി വേലായുധൻ. എന്റെ അടുത്താണ് ഗൂഗിൾ പേ ഒക്കെ പറഞ്ഞത്. എനിക്ക് ഗൂഗിൾ പേ ഒന്നും വന്നില്ലടാ. ഒരു ശബ്ദം ഇല്ലാത്തൊരു വണ്ടി എടുത്ത് വെച്ചിട്ട് ഇത് പോന്ന പോലെ ഫീൽ ചെയ്തിട്ട് നമ്മൾ ടെലിപോർട്ട് ആവണ പോലെ എനിക്ക് തോന്നണേ. വണ്ടി ഇപ്പൊ നിക്കില്ല, അതാണ് പ്രശ്നം. അടുത്ത് അവിടെ എന്താ വലിയ പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിട്ടാ? 5 PD ഓഫീസർ ചത്തേ. ഞാൻ ഇപ്പൊ തന്നെ സറണ്ടർ ചെയ്യുമല്ലോ. തോക്കൊക്കെ പിടിച്ച് ഒന്നുമില്ല അവര് വേറെന്തോ മെഷീനില്ല. ബാബ കല്യാണിയോ എന്തോ ബാലകല്യാണിയോ സാർ അങ്ങനെ എന്തൊരു സാർ അകത്തുണ്ടോ? ഓക്കെ ഓക്കെ സാർ. പിന്നെ നമ്മൾ എത്ര കേസ് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളാണെന്നറിയോ? ഓ അത്യാവശ്യം ഞാൻ നടക്കുന്ന സാറായിരിക്കും കേട്ടാ. ഇച്ചിരി എടുപ്പൊക്കെ ഉണ്ട്. എടുപ്പുണ്ട്. സാറാണോ സാറേ വിളിച്ചത്? നമസ്കാരം സാറേ ബാലകല്യാണി. നമസ്കാരം സാറേ സാറിന്റെ പേരെങ്ങനെയാ സാറേ? സാർ എന്റെ പേര് വരുന്ത് വാസു. എന്റെ അടുത്ത് എന്റെ അനിയനെ സാറിന് അറിയും, വരുന്ത് വേലായുധൻ. റെട്രോ സാറേ വരുന്ത് വേലായുധൻ സാറിന്റെ അത് ഇവന്റെ അച്ഛനെ എങ്ങനെ പറഞ്ഞാലും അറിയത്തുള്ളൂ എല്ലാവർക്കും. സാറേ പുള്ളിയാണ് എനിക്ക് ഈ ഒരു സജഷൻ തന്നതേ. എനിക്ക് ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പം പീഡിയിൽ ഞാൻ അവനോട് ചോദിച്ചായിരുന്നേ പീഡിയിൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ് ബാലകല്യാണി സാർ അവിടെ ഉണ്ട്, എന്ത് വേണം ചെയ്തു തരും, അങ്ങോട്ട് പോയാ മതിയൊന്ന്. ഹലോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? സാറിനെ കേക്കാവോ? സാർ ഇപ്പോഴാണ് കേട്ടു തുടങ്ങിയത്. ആണല്ലേ? വേലായുധനാണ് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ പീഡിയിൽ എന്താവശ്യം ഉണ്ടെങ്കിലും ബാലകല്യാണി സാറിന്റെ അടുത്ത് ചെന്നാ മതി, എല്ലാം സെറ്റ് ആക്കി തരുമെന്ന് പറഞ്ഞത്. പിന്നല്ല വേലായുധൻ സാറിനോട് നമ്മളോട് ഇച്ചിരി സ്നേഹം കൂടുതലാണ് സാർ. നമുക്ക് അകത്തിരിക്കും, ഇവിടെ സൗണ്ടിന് ചെറിയ പ്രശ്നമാണ്. ഇവരൊക്കെ ആരാണ് സാറേ? ഇത് നമ്മുടെ വേലായുധൻ സാറിന്റെ കൂടെ തന്നെയുള്ള ആൾക്കാരായിരുന്നു. റെട്രോ സാറ്, ഇത് അമ്പി സാറ്, എന്താ പേരെന്താ? ഇത് ശശി സാറ്. റെട്രോ സൈമൺ സാറേ. റെട്രോ സൈമൺ. ഈ സാറിന്റെ പേരെന്താ സാറേ? ശശി. ബാലകല്യാണി സാർ ഒരു മിനിറ്റ് ആ കാര്യം ചോദിച്ചില്ലല്ലോ സാറേ. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. സാറിന് പേഴ്സണലായിട്ട് എവിടെയെങ്കിലും ഒരു ക്യാബിനിലോട്ട് എന്നെയും ചന്ദ്രനെ ഒന്ന് അങ്ങനെ സാർ നമുക്ക് റെട്രോ സാറിനും എംബി സാറിനും കൂടെ കൂട്ടാം. അവര് നമ്മുടെ കൂട്ടത്തിൽ അവരെയും കൂടെ വിളിച്ചോ സാർ. വന്നോളൂ സാറേ. ചന്ദ്രൻ സാറും സാർ എനിക്ക് പ്രൈവസി ഉള്ള സ്ഥലം വേണം സാറേ. സാറേ ഇവിടെ മൊത്തം പ്രൈവസി ഇല്ല സാറേ. ഇവിടെ CC ക്യാമറ പോലും ഇല്ലാത്തൊരു സ്ഥലമുണ്ട് സാറേ.
ഗണേശനാ സാറേ പരിന്തോഷം സാറേ ആളുടെ പേര് പരിന്തോഷം എന്നാണ്. നീ വരണോന്നില്ലായിരുന്നു ചന്ദ്ര. ഞാൻ പോയിട്ട് വരാം. സാറേ ഇത് എങ്ങോട്ടാ സാറേ? ഏത് റൂമിലോട്ടാ പോന്നെ? സാറേ ഫ്ലോർ 2-ലോട്ടെ. ലൈഫ് സാവേജ് മുച്ചിറി അതാണ്. അവരാണ് ബാക്കിയൊക്കെ. ഒരാള് പോയി. ലിഫ്റ്റ് ഒക്കെ വർക്ക് ചെയ്യാണല്ലേ? എങ്ങനെ തുറക്കണ? നമ്മള് രണ്ടുപേരുള്ളതിനകത്ത് നമ്മള് ചന്ദ്ര ഇല്ല അതാണ് അവര് തുറന്നേ. ഇത് നമ്മള് കേറിയെടുത്ത് തന്നെ എത്തിയില്ലേ? എങ്ങോട്ടാ പോകണ്ടേ? നമുക്ക് മറ്റേ ധനശേഷി എന്തൊരു പേരെന്തിനാണ്? ശശികൊക്ക എന്തിനാ പേര്? ശശി സാറാ? ഒരു ശശി- ശശി സാർ ടെൻഡ് വെച്ച് ഇല്ലല്ലോ അവസാനം ഇത് നമ്മള് എന്തിനോ ഞെക്കണം ഇവിടെ. ഇവരാരാ വിളിച്ചേ? സാറിന്റെ പേര് ബാബാക്കല്ലേ? ബാലാ കല്യാണി സാറേ. ലിഫ്റ്റ് അപ്പ്. അതെവിടെ? അക്ഷയ് ബ്രോ താങ്ക് യു സോ മച്ച്. വൺ ഈഗിൾ ഗെയിമിംഗ് മെമ്പർഷിപ്പ്. അതിനകത്ത് സാറേ ഞങ്ങൾ ഇതിനകത്താണ്. ഹലോ നമ്മളെത്തിയ സാറേ അതെ സാറേ എത്തിയിട്ടില്ല സാറേ. അകത്തെ സ്വിച്ച് ഞെക്കണമെങ്കിൽ നമുക്ക് മേളിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആണല്ലേ? വാ നമുക്ക് കടന്ന് വെച്ച് നോക്കി F2 ആണോ? ഫ്ലോറിലോട്ട്. അല്ല സാറേ ഫ്ലോറിന്റെ പേരാണ് F2 സാറേ. കണ്ണു വെച്ച് നോക്കിട്ട് F2-ലോട്ട് വന്നാൽ മതി. കണ്ണു വെച്ച് എങ്ങോട്ട് നോക്കണം? ഇങ്ങോട്ട് ഇന്ററാക്ട് F2. ഓ ഞാൻ അടിച്ചു പോയേ. സാറിന്റെ പേര് മറന്നുപോയി സാറേ. എന്തായിരുന്നു? ശശികൊക്ക. എന്റെ പേര് അമ്പിസ്വാമി. അമ്പിസ്വാമി. ഓ അതെ സാറേ. അയ്യോ ബാലകല്യാണി സാർ ലിഫ്റ്റിനകത്ത് കുടുങ്ങി. ചന്ദ്രന്റെ കൂടെ സാറേ വന്നു സാറേ. സാറേ എവിടെ ഇരിക്കാം? എന്ത് പറ്റി സാറേ? സാറിന് ഇഷ്ടമുള്ള എടുത്തിരുന്നു സാറേ. സാർ എന്താന്ന് വെച്ചാ പറഞ്ഞത്. സാറേ കുടിക്കാൻ ചായ മതി സാറേ. എന്താ സാറേ? ചായ സാറേ സാർ നമ്മള് ഈ ഒരു റൂമിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ തമാശ കളിയൊന്നും ഇല്ല സാറേ. നമ്മൾ ഇച്ചിരി സീരിയസ് ആണ്. ചായ തമാശ. ഇല്ല സാറേ നമ്മളിങ്ങനെ ചായ ഒന്നും കൊടുക്കാറില്ല. ജനമിത്ര പോലീസ് ഇരിക്കാൻ പറ്റില്ല സാറേ. ഓക്കെ സാറേ ഇവിടെ ഇങ്ങനെ ജെ അടിച്ചു നോക്കൂ സാറേ. ഒരു തരത്തിലും വരുന്നില്ല. ജെഎംഎസില് ഒരു തരത്തിലും ഇതാവുന്നില്ല സാറേ. ശരിയാവുന്നില്ലല്ലേ? സാറെന്നാ ഇപ്പുറത്തൊന്നിരുന്നു. ഏത് ജേഡാരിയ പറയണ? എടാ നമ്മുടെ ജെഎംഎസില് നിനക്ക് എത്ര മസിലുണ്ട് ശരീരത്തില്? സാറേ ചന്തിയിലുള്ള മസിലിന്റെ പേരാണ് ജെ മസിൽ. അതെ. ഓ ഞാൻ ജയ എന്നാണ്. ജയ സാർ അവിടെ നമ്മൾ ഇരിക്കുന്നത്. സാറേ നമുക്ക് ഈ ക്രോസ് ആയിട്ടിരുന്നാലോ? ഓ പിന്നെന്താ സാറേ ഇരുന്നു. അതാകുമ്പോ നമുക്ക് ക്രോസ് ആയിട്ടിരുന്ന കാര്യങ്ങൾ പറയാം. ആ ക്രോസ് ആണ് നമുക്ക് ഇഷ്ടം. ക്രോസ് ആണ് സാറേ. പക്ഷെ ഞാൻ കണ്ട എന്റെ തല കുറച്ച് അകത്ത് പോയില്ലേ സാറേ? അതെന്തുകൊണ്ടായിരിക്കും? ശരിയാ സാറേ. ഇത് സാറേ ഇവരൊക്കെ എന്താ ഇങ്ങനെ ഇരിക്കുന്നത് സാറേ? അണ്ണാ കുനിഞ്ഞ് അണ്ണാ കുനിഞ്ഞിരിക്കണം സാറേ മുട്ട പൊക്കി വെച്ചിരി സാറേ. അപ്പൊ ശരിയോ? സാറേ അത് ഫിക്സ് ചെയ്യാൻ എനിക്കറിയാം സാറേ. സാർ ഒന്ന് കുറച്ച് ബാക്കിലോട്ട് വന്നിട്ട് സിറ്റ് ഡൗൺ കൊടുത്തേ സാറേ. അറിഞ്ഞാനോ? കണ്ട സൂപ്പറാണ്. അത്രേ ഉള്ളത്. എടേ സാറേ അത് വീണ്ടും അങ്ങനെ തന്നെ ആയിട്ടാ. അണ്ണത് കുനിഞ്ഞിങ്ങനെ ഇത് അണ്ണൻ എത്ര നേരം കുനിഞ്ഞിരിക്കാറുണ്ട്? അയ്യോ സാറേ ഞാൻ താഴെ പോയി. ആണ് സാറേ ഒന്ന് ഇരുന്നോട്ടെ സാറേ. സാറേ നമുക്ക് കാര്യത്തിലോട്ട് തുടങ്ങാം. നിങ്ങളൊരു പ്രൈവസി വേണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് എന്തെങ്കിലും കൊനസ്റ്റ് പരിപാടി ഒപ്പിച്ചിട്ട് വന്നേക്കാണ് സാറേ. സാറേ അങ്ങനെ കൊനസ്റ്റ് പരിപാടി ഒന്നുമല്ല. ഞാൻ ഒരു കംപ്ലൈന്റ് തരാൻ വേണ്ടി വന്നതാ സാറേ. നമ്മൾ ആദ്യമേ ഒരു കാര്യം പറയാം സാറേ. നമ്മള് മൂന്നുപേരും ഈ പീഡിയിലെ ഇച്ചിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസേഴ്സ് ആണ്. ശരിക്കും വേലായുധൻ സാറിന്റെ ചേട്ടനായിട്ട് നമ്മൾ അതിന്റെ ഒരു ഇത് കാണിക്കും. പക്ഷെ സാർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സാറേ. സാറേ കേസ് എടുക്കേണ്ടി വരും സാറേ. എനിക്ക് അങ്ങോട്ട് പരാതി തരാനാണ് വേറൊരാളെ പറ്റി. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. സാറേ പക്ഷെ ഇത് കേൾക്കുന്ന ആൾക്കാര് കുറച്ച് ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് തന്നെ വന്നത്. മനസ്സിലായ? അല്ലെങ്കിൽ ഞാൻ ആ ഭരത് സാറിന്റെ അടുത്ത് വല്ലതും പറയത്തേ ഉള്ളായിരുന്നു. ഭരത് സാർ എന്ന് പറഞ്ഞുണ്ടല്ലോ നന്മയുടെ പാതയാണ് സാറ്. ഭരത് സാർ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു കുറ്റം ചെയ്ത് കൊലയാളി കാണിച്ചു കൊടുത്താലും മോനെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഭരത് സാർ അങ്ങനെയാ സാറേ. സത്യം കഴിഞ്ഞ അടുത്തന്നെ എന്റെ മുന്നിൽ വന്നിട്ടേ മോന്തയ്ക്ക് നോക്കി കൊണയടിച്ചിട്ട് ഞാൻ പോയി ഭരത് സാറിനോട് ഞാൻ തിരിച്ച് കൊണയടിച്ചിട്ട് ഭരത് സാറിനോട് ഈ പറഞ്ഞു അവൻ വന്ന് കൊണയടിച്ചെന്ന്. അപ്പൊ ഭരത് സാറിന്റെ മുഖത്ത് നോക്കി പറയാണ് അങ്ങനെ കൊണയടിച്ചിട്ടുണ്ടെങ്കിൽ നീ ആദ്യം വന്ന് എന്നോട് വന്ന് പറയണോ? ഒരു പി ഡി ഓഫീസർ പറയേണ്ട ഡയലോഗാണ് സാറേ. ഭയങ്കര മോശം. അതൊക്കെ ഭയങ്കര മോശം. ഭരത് സാറൊക്കെ
പിന്നെ അത് എല്ലാവർക്കും ഒരു നമ്മളെ അഭിപ്രായം കിട്ടട്ടെ. പറയും. ഇതൊക്കെ ആ വേലായുധം സോറങ്ങാണോ അതും കണ്ടല്ലോ ഇപ്പൊ ഉരുട്ടി എടുത്താണ് ചെല്ലിട്ട് ഇല്ല, അല്ല, കാസർഗോഡിലെ ഒരു സംശയം ഉണ്ട് ശരിയാ സാറേ ബോഡി ക്യാം ഓണാണ് സാറേ നമ്മുടെ അങ്ങനെ